वोट बोलो നിങ്ങൾ ചൊല്ലണം ഇത് തെല്ല് ജാഗ്രതാക്കറോ തെല്ല് മുന്നേ പിന്നെ നോക്കറോ അല്ല പാർട്ടി ആ ചില ആൾമാർ വാല്യൂ വിളിക്കുമ്പോ ഉസ്താദേ ആ പാർട്ടി ആളുടെ നിങ്ങൾക്ക് ബേജാറുണ്ടാ ഏ പാർട്ടി അപ്പൊ അത് നാണ് സമസ്തത്തെ ആള് കരകളഞ്ഞ സുന്നത്ത് ജമാഅത്തിന്റെ ആള് മറ്റുള്ളവരെല്ലാം ആലിമീങ്ങളാണ് സുന്നികളാണ് അവരാരും സുന്നത്ത് ജമാഅത്ത് പുറത്താണെന്ന് ഞാൻ പറയുന്നില്ല സയ്യിദുൽ ഉലമ തങ്ങൾ പറഞ്ഞിട്ടില്ല ബഹുമാനനായ കാന്തപുരം ഉസ്താദ് പറഞ്ഞിട്ടില്ല ആരും പറഞ്ഞിട്ടില്ല അതൊക്കെ വെറുതെ ചില മനുഷ്യന്മാർ ഉണ്ടാക്കുന്നതാണ് അത് നേരത്തെ ബഹുമാനപ്പെട്ട കേരളം കണ്ട അനുഗ്രഹീത പ്രഭാഷകൻ ബഹുമാന്യനായ പണ്ഡിതൻ വലിയ ഖുർആൻ പണ്ഡിതൻ മഹാനായ റഹ്മത്തുള്ളാഹി ഖാസിം ഉസ്താദ് പറഞ്ഞല്ലോ സംഘടനാപരമായിട്ട് ചെറിയൊരു തർക്കങ്ങളാണ് അന്നും ഇന്നും തൗഹീദും ശിർക്കെല്ലാം ഒന്നെ എന്തോ ആയിട്ടില്ല അതിലെന്തോ അഭിപ്രായമായിട്ടില്ല ഇപ്പൊ കുറച്ചാൾമാരുള്ളാറ് കൈ ഊടകെട്ടിയങ്ങന്റെ ഞങ്ങ മുസ്ലിമോ അങ്ങൊത്തിരി മണ്ണി മുസ്ലിം ഇസ്ലാമിലില്ല മുസ്ലിം ഒന്നെങ്കിലോ ഉടമേ കെട്ടണോ എങ്ങനെയും കെട്ടിയങ്ങാവല ആ കെട്ടിയത് റസൂലുള്ളാഹി തങ്ങളെ മാതിരി വേണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച രൂപത്തിൽ കെട്ടണോ തോന്നിയത് പോലെ കെട്ടാൻ പാടില്ല ഹബീബായ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് കാലം വരും അപ്പൊ ഒരുപാട് പാർട്ടിയാവും അങ്ങനെ വന്നിട്ട് കുറെ പാർട്ടിയായെങ്കിൽ കുല്ലുഹും ഫിന്നാർ എല്ലാം നരകത്തിലാണ് എല്ലാ പാർട്ടിക്കാരും നരകത്തിലാണ് ഒരു കൂട്ടർ സ്വർഗത്തിലാണ് അവരാരറിയുമോ അത് എന്റെ വഴി പിന്തുടരുന്നവരാ എന്റെ വഴി മാത്രമല്ല എന്റെ സഹാബത്തിന്റെ വഴി പിന്തുടരുന്നവരാ സഹാബത്തിന്റെ വഴിയാണ് തറാവീഹ് 20 ഉമർ ഖത്താബ് തങ്ങളാണ് 20 തറാവീഹിന് ഒറ്റ ജമാഅത്താക്കിയിട്ട് ഏകീകരിച്ചത് ഉമർ ഖത്താബ് തങ്ങളാണ് അല്ലാണ്ട് 20 റക്അത്ത് ഫസ്റ്റ് നിസ്കരിച്ചത് ഉമർ തങ്ങളല്ല 20 റക്അത്ത് നിസ്കരിക്കുന്ന സമ്പ്രദായത്തിന് ഒരേ ഇമാം ജമാഅത്താക്കിയിട്ട് കൊണ്ടുവന്നത് ഉമർ ഖത്താബ് തങ്ങളാണ് സഹാബത്തിന്റെ മാതിരി ഇവിടെ ആർക്കാ മാതിരിയുള്ളൂ ഞങ്ങൾക്ക് വേറങ്ങക്ക ഏതായെന്തല്ല 8 20 ഞങ്ങൾ മുസ്ലിം ആയാവൂ അങ്ങനത്തെ ഒരു മുസ്ലിം ഇസ്ലാമിലില്ല ഖുർആനിൽ അല്ലാഹ് മുസ്ലിമീങ്ങളെ വിളിച്ചിട്ട് നിർവഹിക്കുന്നുണ്ട് യാ അയ്യുഹല്ലദീന ആമനൂ മുഅ്മിനെ അങ്ങളെ വിളിച്ചിട്ടല്ല നിങ്ങളെ വിളിച്ചിട്ട് അല്ലാഹ് ചൊന്നും നിർവഹിക്കുന്നുണ്ട് യാ അയ്യുഹല്ലദീന ആമനൂ മുഅ്മിനീങ്ങളെ നിങ്ങളൊട്ട യാ അയ്യുഹല്ലദീന ആമനൂ ആമിനൂ യാ അയ്യുഹല്ലദീന ആമനൂ ആമിനൂ നിങ്ങൾ മുഅ്മിനാണോ എന്തരാ ചൊന്നാർത്ത മുഅ്മിനീങ്ങളെ വിളിച്ചിട്ട് മുഅ്മിനാവു ചൊല്ലുക നിങ്ങളെ ഈമാൻ ശരിയായിട്ടില്ല നബി തങ്ങൾ ചൊന്ന പോലായിട്ടില്ല സഹാബത്ത് പഠിപ്പാട്ടിയ പോലായിട്ടില്ല ആ ഈമാൻ കറക്റ്റ് ആവണോ വിശുദ്ധ ഖുർആൻ ആലിമീങ്ങളെ ചിത്ത പറയരുത് മഹാന്മാരെ കുറ്റം പറയരുത് ബഹുമാനപ്പെട്ട ജബ്ബാർ ഉസ്താദ് ദക്ഷിണ കന്നഡ ജില്ലയുടെ അവസാന വാക്കായിരുന്നുവല്ലോ ഈ നാട് കണ്ട ഏറ്റവും വലിയ പണ്ഡിതനായിരുന്നുവല്ലോ ഏറ്റവും വലിയ എല്ലാവരാലും സർവാദരണീയനായ മഹാനായിരുന്നു ഏതെങ്കിലും ഒരു ആലിമിനെ പറഞ്ഞത് കാണാൻ കഴിയുമോ ഇല്ല വളരെയധികം എളിമയാർന്ന ജീവിതം നയിച്ച വളരെയധികം വിനയത്തോടെ ജീവിച്ച ആ വലിയ മനുഷ്യന് കാണാൻ ചെറിയവരായിരുന്നെങ്കിലോ കാണാൻ വളരെ ചെറുതായിരുന്നെങ്കിലോ അറിവിന്റെ പാണ്ഡിത്യത്തിന്റെ സാഗരമായിരുന്നു ബാക്കവിയായിരുന്നു ഖാസമിയായിരുന്നു പൊന്നാണിയിലോതിയ പൊന്നാണിയായിരുന്നു ജന്മം കൊണ്ട് ദീപകാരനാണെങ്കിലും കർമ്മം കൊണ്ട് പിന്നെ നമ്മുടെ ദക്ഷിണ കണ്ട ജില്ലക്കാരനാണ് വലിയ പണ്ഡിതനാണ് സുബ്ഹാനല്ലാഹ് ഏതെങ്കിലും ഒരു സ്റ്റേജിൽ കയറിയിട്ട് സമുദായത്തെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞത് കാണാൻ കഴിയാ ഇല്ല നമ്മളേറെ ആദരിച്ചിരുന്ന എനിക്ക് നല്ല ബന്ധമുണ്ടായിരുന്ന പല വിഷയത്തിലും കോണ്ടാക്ട് ഉണ്ടായിരുന്ന മഹാനായ ബേക്കലം ഉസ്താദ് ബേക്കലം ഇബ്രാഹിം മുസ്ലിയാർ ഈ നാട് കണ്ട ഏറ്റവും വലിയ പണ്ഡിതനല്ല ഏറ്റവും വലിയ ആലിമല്ല സുബ്ഹാനല്ലാഹ് നല്ലവരായ ആലിമീങ്ങളൊക്കെ ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുമ്പോ അത് ഈ ലോകത്തിന്റെ നാശമാണ് മൗത്തുൽ ആലിമി മൗത്തുൽ ആലം ഷഫീഉൽ വറാ റസൂലുള്ളാഹ്
ഈ ആലിമീങ്ങളെ മരണമില്ലേ, നല്ലവരായ ആലിമിന്റെ മരണം അത് ലോകത്തിന്റെ നാശമാണ്, ലോകത്തിന്റെ അവസാനമാണ്, ലോകത്തിന്റെ നാശമാണ്. ഹബീബുൽ വറാ റസൂലുള്ളാഹ്. അപ്പൊ ആലിമീങ്ങളെ വിഷയം എപ്പോഴും കേൾക്കണോ, ആലിമീങ്ങളോട് കാര്യങ്ങൾ മുഷാവറ ചെയ്യണോ. ഫസ്അലൂ അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. ആലിമീങ്ങളോട് നിങ്ങൾ ചോദിച്ചു പഠിച്ചോ, ആലിമീങ്ങളോട് മഹബ്ബത്ത് വെച്ചോ, അവരെ ആദരിച്ചോ, അവരെ പിരിശം വെച്ചോ, അവരെ വാക്കിന് വില കൽപ്പിച്ചോ. വല്ല ദർസിൽ നിന്ന് വല്ലോറോ ബഖിയാത്തു സ്വാലിഹാത്തിലേക്ക് പഠിക്കാൻ പോയി ഒരാൾ എന്നിട്ട് അവിടെ നിന്ന് 2 കൊല്ലമോ 1 കൊല്ലമോ അവിടെ പഠിച്ചോ. എന്നിട്ട് അയാൾ നല്ല റാങ്കോട് കൂടി ബാക്കബിയായി ഫാരിയായി ജയിച്ചോ, സനത് വാങ്ങി നാട്ടിലേക്ക് വന്നപ്പോ നാട്ടുകാർ പറഞ്ഞു, ഞങ്ങളെ നാട്ടിൽ ദർസ് നടത്തണോ? കാരണം എന്തറിയോ, മൊയിലാറ് 1.5 മൊയിലാറ്. നമ്മളെ പോലത്തെ ആട്ടുപോട്ട് സൂട്ടിട്ട ആളൊന്നും അല്ല, നല്ല ഇൽമുണ്ട്, നല്ല പാണ്ഡിത്യമുണ്ട്, അങ്ങനെ എല്ലാവർക്കും മാതിരിയായ മനുഷ്യനാണ്. നാട്ടുകാർക്ക് അയാൾ വലിയ ഇഷ്ടം. ഞമ്മ നാട്ടുകാരി പുറത്തേക്ക് വലിയ ആള്. ചില ഉസ്താദന്മാരുണ്ട് വെള്ളിന്റെ അവിടെ പോയെങ്കിൽ ജമാഅത്തിനും കൂടി കാണുന്നില്ല. പോ നാട്ടിലേക്ക് പോയെങ്കിൽ പുറത്ത് ഭയങ്കര ജമാഅത്ത് പോയിട്ട് സുന്നത്തും കൂടി ജമാഅത്തായിട്ട് പോ. അങ്ങനത്തെ ഒരാൾ അതെന്ത് ജമാഅത്ത് നിസ്കാരം എല്ലാം പുറം നാട്ടിൽ ഡ്യൂട്ടിന്റെ അവിടെ മാത്രമേ, എന്റെ സ്വന്തം നാട്ടിൽ ജമാഅത്തിന്റെ ഒന്നും വേണ്ടേ? അത് ശരിയല്ലാതെ ഞാൻ അങ്ങനെ ഉണ്ടെന്നല്ല പറഞ്ഞു, അങ്ങനെ ഉണ്ടെങ്കിൽ ശരിയല്ല. അള്ളാഹു ഞങ്ങൾക്ക് ആ ബുദ്ധി മുന്നേ തരട്ടെ. ആമീൻ ചൊല്ലേ. അള്ളാഹു ഞങ്ങൾക്ക് ആ ബോധം മുന്നേ തരട്ടെ, ഞങ്ങൾക്ക് ആ ബോധം അള്ളാഹു മുന്നേ തരട്ടെ. സുബ്ഹാനല്ലാഹ്. മഹാനായ ആ പണ്ഡിതനതാ ബില്ലൂർ ബാക്കിയാത്തിൽ നിന്ന് കോളേജിൽ നിന്ന് ബിരുദമെടുത്തു വന്ന, എന്നിട്ട് അയാൾ അങ്ങനെ നാട്ടുകാരെ കണ്ടുമുട്ടിയപ്പോ പറഞ്ഞു, ഞങ്ങളെ നാട്ടിൽ ദർസ് എടുക്കണമെന്ന്. അങ്ങനെ അയാൾ ആ സമയത്ത് പറഞ്ഞു, എന്തറിയോ, ദർസ് എടുക്കാൻ എന്റെ മുത്തല്ലിമീങ്ങളില്ല, ഞാൻ ആദ്യമായിട്ട് പാസ്സായിട്ട് വന്നയാളാണ്, എന്റെ അടുക്ക മുത്തല്ലിമീങ്ങളില്ല, പറഞ്ഞു കൊടുക്കാൻ ഇൽമുണ്ട്, ധാരാളം പാണ്ഡിത്യമുണ്ട്, മുത്തല്ലിമീങ്ങളില്ലെങ്കിൽ ആരോട് പറഞ്ഞു കൊടുക്കാനാ? അപ്പൊ നാട്ടുകാര് പറഞ്ഞു, നിങ്ങൾ ദർസ് നടത്തുന്നുണ്ടെങ്കിൽ, നിങ്ങളെ മുദരിസാകുന്നുണ്ടെങ്കിൽ 100 കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കാൻ റെഡിയുണ്ട്, മാത്രമല്ല കുറച്ച് വയസ്സന്മാരും ആലിമീങ്ങളും റെഡിയുണ്ട്, നിങ്ങളെ പറ്റി ഞങ്ങളോട് അവർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ ഉസ്താദ് പറഞ്ഞു, എന്നാ റെഡി, നിങ്ങൾ റെഡിയാക്കുന്നെങ്കിൽ, നിങ്ങൾ ആളെ തയ്യാറാക്കുന്നെങ്കിൽ ഞാൻ റെഡി. അങ്ങനെ അവസാനം ദർസ് തുടങ്ങുന്ന നാളല്ലായി, ഇയാൾ ഏറ്റെടുത്ത് ദർസ് തുടങ്ങുന്ന നാളെത്തി നോക്കുമ്പോ 100 ചില്ലാനം മുത്തല്ലിമീങ്ങൾ. എന്താ പറഞ്ഞ ദർസ് തുടങ്ങുന്നതിന് മുന്നേ ഈ ഉസ്താദിന്റെ ബാപ്പ ഉസ്താദിന്റെ അടുക്ക് വിളിച്ചോണ്ട് പോയി. അണ്ടർസ്റ്റാൻഡ്? സമജ് മേ നഹീ ആയ? തിരിഞ്ഞിട്ടേ ദർസ് തുടങ്ങുന്നതിന്റെ ഒരു നാക്കി മിന്നെ ഇയാളെന്റെ ദർസ് തുടങ്ങുന്ന മുദരീസ് അല്ലേ, അപ്പൊ ഇയാളെ പഠിപ്പിച്ച ഉസ്താദിന്റെ അടുത്തേക്ക് ഇയാളെ ബാപ്പ വിളിച്ചോണ്ട് പോയി. ഞാൻ ഉസ്താദിനൊന്ന് കണ്ടിട്ട് വരാ. എനിക്ക് തിരിഞ്ഞിട്ടേ, ഇനി തിരിഞ്ഞിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് തിരിക്കാൻ കഴിയല്ല, ഇതിന്റെ പുറകെ തിരിക്കേണ്ടിയേ. ഇയാളെ അബ്ബ കൂട്ടിയോണ്ട് പോയി. അയാളുടെ ഉസ്താദിന്റെ ഉസ്താദോട്ടെ ചൊന്നിട്ട് ദ്വാർപ്പാട്ടിട്ട് പറ, അബ്ബ അയാൾ നിന്റെ ഇത്രല്ല പഠിപ്പാട്ടി ആളല്ലോ, ഒരു വിഷയല്ല ചൊന്നിട്ട് അയാളും കൂട്ടിയോണ്ട് പറ. അങ്ങനെ കൂട്ടിയോണ്ട് പോയിട്ട് നോക്കുമ്പോ ഉസ്താദ് മീത ദർസ് എടുത്തോണ്ടുണ്ട്. ഈ പോയ ഉസ്താദ് ഉണ്ടല്ലോ, അയാളെ ശിഷ്യ ഈ അബ്ബറ മോണും ബാക്കവി, നവബാക്കവി, പുതിയ ബാക്കവി, ഇയാളുടെ ഉള്ളുവെല്ലാം എടുത്ത്, ഇയാൾ നല്ല കാര്യമായ ആള്, ചെറിയ ആളെന്തോ അല്ല, നിങ്ങൾ ചിരിക്കണ്ട, നല്ല ആലിമോ, നല്ല ആലിമോ. അങ്ങനെ അയാള് ഉള്ളുവെല്ലാം എടുത്തോണ്ടിരിക്കുമ്പോഴത്തേക്ക് അബ്ബ എന്താക്കി, സുറാന്ന് പത്തിമേള് സീത. അയാൾ നേരെ പോയി ഉസ്താദോട് പോയിട്ട് ഉസ്താദോട് ജയിച്ചിട്ടുണ്ടോ, അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. ഉസ്താദ് ആളെ പിടികിട്ടി, ഇന്നാളബ്ബാൻ. അപ്പൊ ഈ അബ്ബ ചൊന്നന്തരം വന്നിട്ടുണ്ട്, പോയ പാട് ചൊന്നന്തരം വന്നിട്ടുണ്ട് ഉസ്താദോട്ടാ. ഉസ്താദ് റാഹത്തല്ലേ? അൽഹംദുലില്ലാ റാഹത്ത്. പിന്നെ ഇപ്പൊ മുന്നത്തെ പോലെ എന്തോ അല്ലല്ലോ ഉസ്താദ്. എന്തേ അല്ല, ഇപ്പൊ മർത്തറക്കാട്ടിയും ഗട്ടി ഗള്ളായിറ്. പിടിയായ മരത്തിനേക്കാളേറെ ശക്തി അതിന്റെ രംബ, അതിന്റെ എന്താ പറയാ, തണ്ട്. നിങ്ങളെന്താ പറയാ, ഗള്ള്. അതിന്റെ ഗള്ള് കെട്ടിയായി, അതായത് നിങ്ങളെ കാട്ടിയോന്നുണ്ട മോ ഉഷാറായ, അതാണ് ഇയാൾ ചൊല്ലിയ അർത്ഥത്. ഇത് കേൾക്കുമ്പോ ഉസ്താദ് ചെന്ന ഉത്തരം തോന്നുന്നുണ്ടാ,
മർത്ര കാട്ടിയ ഗള്ള് കെട്ടിയായ അങ്ങനെങ്കിൽ ആ ഗള്ളി നിൽക്കല്ലേ. കാരണം എന്തേ വലിയ ഗള്ള അങ്ങ് പൊളിഞ്ഞിട്ട് പൂളണയല്ലേ അത് പൊളിഞ്ഞിട്ട് പോകും. അത്രമേ ചൊന്നയാള്. നിങ്ങളെ മോമ അങ്ങനാവും ഇങ്ങനെ ഒന്നും ചൊന്നിട്ടില്ലേ? നന്റെ മോന് അങ്ങനെ നീ അബ്ബവും ചൊന്നിട്ടില്ലേ? അബ്ബ ചൊല്ലുമ്പോഴത്തേക്ക് അയാളെ മനസ്സിലുള്ളത് ഇയാളെ മോന്റെ വിഷയം. ഇങ്ങനെ നണ്ട നോക്കണ്ടില്ലേ എന്നല്ലേ? ഏത് പാട്ട് ഉസ്താദ് പറഞ്ഞു? അത് മരത്തിനേക്കാളേറെ ശക്തിയായ, മരത്തിനേക്കാളേറെ ഗട്ടിയുള്ള കൊമ്പാണെങ്കിൽ, വിളഞ്ഞ കൊമ്പാണെങ്കിൽ, വിളഞ്ഞ തണ്ടാണെങ്കിൽ അത് നിക്കലേ, അത് പൊളിഞ്ഞു പോവും കേട്ടോ. അത്രേ പറഞ്ഞിട്ടുള്ള. പിന്നെ അവിടുന്ന് പറഞ്ഞു നിങ്ങൾ ദ്വാരക്കൊണ്ടെന്നല്ല ചൊന്നോണ്ടിക്കുമ്പോഴത്തേക്ക് ഇയാള് ഒന്നെടുത്തിട്ട് മേള് പത്തി ഉസ്താദിനെ കണ്ട് ഉസ്താദിന്റെ കൈ പിടിച്ചിട്ട് മുത്തി. എന്നിട്ട് പറഞ്ഞു ഉസ്താദെ ഞാൻ ദർസ് കൊടുക്കുകയാണ്. ഉസ്താദ് പറഞ്ഞു നല്ല കാര്യാ, ഇൻഷാ അല്ലാഹ്. ഉസ്താദും പറഞ്ഞു ഇൻഷാ അല്ലാഹ് വരാ. അങ്ങനെ ഏതാ ചുരുക്കട്ടെ സഹോദരങ്ങളെ, ഉസ്താദിനെയും കൂട്ടിക്കൊണ്ടുവന്ന് ദർസ് തുടങ്ങുകയാണ്. അന്ന് രാത്രി ഇയാളാ ഉസ്താദ്, പുതിയ ഉസ്താദ്, ബാക്കിയായ ഉസ്താദ് ചൊല്ലിക്കൊടുക്കാൻ വേണ്ടിയിരുന്ന നേരം അയാളെ മുമ്പിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ഒരു ചോദ്യം ചോദിച്ചു. പക്ഷെ അയാൾക്ക് ഉത്തരം കിട്ടുന്നില്ല എന്ന് മാത്രമല്ല അയാളാകെ വെപ്രാളപ്പെട്ട് ബേജാറായി വിയർത്തൊലിച്ചോ. ഇയാൾക്ക് തലയുറ്റാൻ തുടങ്ങി, തലകറങ്ങാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്, അയാള് ബോധം കെട്ടു. പിന്നീട് അയാള് മാനസിക രോഗിയായി, അവസാനം ഭ്രാന്തനായി നാടാകെ ചുറ്റി നടക്കുന്ന, ഡ്രസ്സില്ലാതെ വസ്ത്രമില്ലാതെ നടക്കുന്ന ഭ്രാന്തനായി. പിന്നീട് ഒരു സുപ്രഭാതത്തിൽ ഭ്രാന്തനായി കൊണ്ട് തന്നെ ആ മകൻ മരണപ്പെട്ടു. വാക്കവിയായിരുന്നു, പണ്ഡിതനായിരുന്നു, ആലിമായിരുന്നു. അവസാനം ഒരു സുപ്രഭാതത്തിൽ മാനസിക രോഗിയായി, ഭ്രാന്തനായി, നാട് മുഴുവനും ചുറ്റിത്തിരിഞ്ഞ് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഭ്രാന്തനായി, ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ മരിക്കേണ്ട ഗതികേട് വന്നത്, ഭ്രാന്തനായി മരിക്കേണ്ട ഗതികേട് വന്നത് എന്തറിയോ? ഉപ്പ പണ്ട് പോയിട്ട് പറഞ്ഞ വാക്കിന്റെ കുരുത്തക്കേടാണ്. അതേ മരത്തിനെക്കാളും ഗട്ടി മോനായല്ല, ഗള്ളായല്ല. അതായത് നിങ്ങളെക്കാളും വലിയ ഉഷാറ് നിങ്ങളെടുത്ത് പഠിച്ചിട്ട് പോയ എന്റെ മോമായല്ലോ എന്ന് പറഞ്ഞപ്പോ ഉസ്താദ് ചൊന്നൊരു വിഷയമുണ്ടോ? ആ ഗള്ള് പൊളിഞ്ഞിട്ട് പോ. മരത്തിനെക്കാളും വലിയ ഗള്ള് അങ്ങനെ നിൽക്കുറോ? അത് പൊളിയോ? ഇതെന്ത് ചൊന്നോ തൊണ്ട ഉസ്താദുമാരെ കൽബ് നമ്പലാക്കിയ ആൾക്ക് മാത്രമല്ല അതിന്റെ എഫക്ട് അയാളെ മക്കൾക്കും അതിന്റെ ഫലം കാണും. അല്ലാഹ് കാക്കട്ടെ. അലിമീങ്ങളെ പറയണ്ട, തങ്ങന്മാരെ പറയണ്ട, വലിയവരായ നേതാക്കളെ ചോദ്യം ചെയ്യണ്ട. ഞങ്ങൾ അധികാരപ്പെടുത്തിയവരാണ് അവര്. ഞങ്ങളെ സമുദായത്തിന്റെ എല്ലാ കാര്യങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്നവർ. അല്ലാഹു തആല അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ.